ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു സ്റ്റഡി വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി സ്റ്റഡി വ്ളോഗ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടിയാണ്. പരീക്ഷയ്ക്ക് ഇനി ആകെ 10 ദിവസം കൂടെയല്ലേ ഉള്ളൂ. അപ്പോൾ എക്സാം എടുക്കുമ്പോൾ നമുക്ക് ഈ ദൈവഭക്തിയൊക്കെ കയറി വരും. അപ്പോൾ ഞാൻ എല്ലാ എക്സാമിനും മുന്നേ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നമ്മളൊരു മനസ്സൊന്ന് സെറ്റാക്കി വെക്കുകയാണ്, കാരണം ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അതോട് രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് ഒരു 8:45 ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഓഫീസിലേക്ക് പോയി. ഡിസംബറിലൊക്കെ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു സ്പെസിമൻ എക്സാമോ മോക്ക് എക്സാമോ എന്തെങ്കിലും ഒന്ന് എഴുതുക. അത് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യനിൽ ഗീവൺ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മോക്ക് എക്സാം ആദ്യം എഴുതിയിരിക്കണം. രാവിലെ തന്നെ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്ത് തീർത്ത് നേരെ പഠിക്കാനിരുന്നു. ഇനി നമുക്ക് 2 മണിക്കൂർ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇവിടെ നിന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ എ സെക്ഷനാണ് രാവിലെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് BPPൻ്റെ എ സെക്ഷനാണ് കേട്ടോ. കപ്ലാൻ ഓൾറെഡി നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് സ്റ്റഡി ഹബിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ബാക്കിയുണ്ട്, ബി സെക്ഷനൊക്കെ. നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കണ്ട് ഡീമോട്ടിവേറ്റ് ആവരുത് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു കിറ്റേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മതി. നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട്. സ്റ്റഡി ഹബ്ബ് ഫുള്ള് ചെയ്ത് തീർക്കാനുള്ള ടൈം ഇനിയും ഉണ്ട്. സ്റ്റഡി ഹബ്ബൊക്കെ ഒരു 3 ദിവസം ഇരുന്നാൽ സുഖമായിട്ട് തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാം. അല്ലാതെ ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സാമിന് ഓർത്തെടുക്കാൻ പറ്റുന്ന ലെവൽ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇന്ന് ഓഫീസ് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 12:15 ആയപ്പോൾ വീട്ടിലെത്തി. ഇനി ഒരു സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഓഫീസിൽ പോയാൽ മതി. അപ്പോഴേക്കും അവിടെ കൊറിയർ വരുള്ളൂ. ഞാൻ 1 മണിയായപ്പോഴേക്കും ഓഫീസിലെത്തി. അപ്പോഴേക്കും അവിടെ കൊറിയർ വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് സാധനങ്ങളുള്ളൂ, അങ്ങനെ ഒരുപാടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ കയറ്റി DRS ഉണ്ടാക്കി. ഇനി ഇതിൽ മാക്സിമം വിളിച്ച് വരുത്താൻ പറ്റുന്ന ആൾക്കാരൊക്കെ വിളിച്ച് വരുത്തണം, അല്ലാത്തവർക്ക് കൊണ്ടുപോയി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ പറ്റുന്നത്ര ആൾക്കാരെ വിളിച്ചു. ബാക്കിയുള്ളത് ഇനി ബാങ്കിലും മെഡിക്കൽ സ്റ്റോറിലും അവിടെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ്. ഡെലിവറി ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പരിപാടികളുണ്ട്. അപ്പോൾ മൊബൈലൊന്നും പിടിച്ച് നിന്നാൽ ശരിയാവില്ല. പെട്ടെന്ന് അവിടെ നിന്ന് പണി തീർക്കണ്ടേ. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 2 മണിയായപ്പോഴേക്കും തിരിച്ച് ഓഫീസിലെത്തി. ഇന്ന് കുറച്ച് അയക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ കയറ്റി ഇനി വൈകിട്ട് കൊടുത്തയക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് പഠിക്കാനായിരുന്നു. കുറച്ച് നേരം ഇരുന്ന് നോട്ട്സ് വായിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ കിട്ടും. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ പഠിത്തം നിർത്തി ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ വന്നു നിന്ന്. ഇവിടെ ഒന്ന് നോക്കിയാൽ ഈ ടൗൺ ഫുള്ള് കാണാം. നല്ല രസമാണ് ഓരോ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഒരു 5:15 ആയപ്പോഴേക്കും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. ഇന്ന് ഞാൻ ജിമ്മിനൊന്നും പോകുന്നില്ല, കാരണം എനിക്ക് രാവിലെ തൊട്ടേ ഒരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വെറുതെ പോയി ബോഡി സീനാക്കണ്ടല്ലോ. ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ഈ ഒരു സാധനത്തിന് സുഖിയൻ എന്നാണ് പറയുക. ഇത് നല്ല ടേസ്റ്റാണ്. ഒരു 5:30 ആയപ്പോൾ കുറച്ച് ഡ്രസ്സ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് എടക്കര ട്രെൻഡ്സ് വരെ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ ഡെവലപ്പായി, പക്ഷെ ചുങ്കത്രയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. കുറച്ച് പുതിയ കടകൾ വന്നിട്ടുണ്ട്, കുറച്ച് കഫേ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് നല്ലത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ട്രെൻഡ്സിൽ നിന്ന് എനിക്ക് വേണ്ട സാധനം കിട്ടിയില്ല. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ കട കണ്ടു. ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കി. നിങ്ങൾ കുറച്ച് ഫ്രീക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോന്ന് മേടിക്കുക. നല്ല കളർഫുൾ ആയിട്ടില്ലേ, ഓരോ ദിവസം ഓരോന്നിട്ട് നടക്കാം. ആകെ സമയം 6:15 ആയിട്ടുള്ളൂ, പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര രാത്രിയായ പോലെയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോൾ വീട്ടിലെത്തി. 6:45 ആയപ്പോഴേക്ക് ഞാൻ പഠിക്കാനിരുന്നു. ഇനി നമ്മൾ ഇൻകം ടാക്സിൻ്റെ B സെക്ഷനാണ് ചെയ്യുന്നത്. രാവിലെ തീർത്തല്ലോ. അപ്പം ഇനി B സെക്ഷൻ ഇരുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ എനിക്ക് തീരെ വയ്യായിരുന്നു. ഒന്ന് കുളിച്ചും കൂടി കഴിഞ്ഞപ്പോൾ ആ ഒരു നനവൊക്കെ വന്നിട്ട് ഭയങ്കര തലവേദന പോലെ തോന്നി. അപ്പോൾ പഠിക്കാൻ പറ്റുന്നത്ര പഠിച്ചിട്ട് പെട്ടെന്ന് നിർത്താമെന്നുള്ള ഒരു രീതിയിൽ ഞാൻ പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങി. ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ആകെ കിളി പോയി. ആ ഇരുത്തം കണ്ടാലേ നമുക്ക് അറിയാലോ. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ആ ഒരു സെക്ഷൻ തീർത്ത് കഴിഞ്ഞപ്പോഴാണ് നല്ലോണം കൂടിയത്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പഠിത്തം നിർത്തി. ഇനിയിപ്പോൾ ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ ഫിസിക്കലി ഒക്കെ അല്ലാതെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇതും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും നമ്മുടെ തലയിൽ കയറില്ല. അപ്പോൾ ഇന്നിനി മെഡിസിനൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ ആകുമ്പോഴേക്കും പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് പേടിപ്പനിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഞാൻ ഒരു കിറ്റ് തീർത്തു, 2ാമത്തെ കിറ്റ് തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ സ്റ്റഡി വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ഇനി ഞാൻ കുറേ സ്റ്റഡി വ്ളോഗ്സ് ഇടും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.